കൂറ്റമുള്ള ചെറുപ്പക്കാർ ഈ ഒരു പരിപാടിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാ അവർക്ക് അവരുടെ സമയം അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടായിരുന്നോ? അവരുടെ ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലുകൾക്ക് വേണ്ടി അവരുടെ സമയം അവർ മാറ്റിവെച്ചുകൂടായിരുന്നോ? അല്ല, കണ്ണുനീരൊഴുക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ഒരു നേരത്തെ വല്ലാതെ രോഗം കൊണ്ട് മൂർച്ഛിച്ചിട്ട് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും കഴിവില്ലാതെ കഷ്ടപ്പെടുന്ന കണ്ണുനീരൊഴുക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടിയിട്ട് വല്ലാതെ പരിശ്രമിക്കാനുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് ആഗ്രഹം കൊണ്ട് മുസാഅദയുടെ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ ഇറങ്ങി തിരിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവർക്കൊരു താങ്ങുതണലുമായി നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? നമ്മളൊരു താങ്ങുതണലുമായി നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്താ പറഞ്ഞത്? ലൈസ അലൈക്കും ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ്ഫ ഇലൈക്കും വഅൻതും ലാ തുളമൂൻ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെച്ച് വിളമ്പുന്നത് എന്താണെന്നറിയുമോ? ലൈസ അലൈക്കും ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിങ്ങൾക്കാർക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ പരിശുദ്ധമായ ഹിദായത്ത് കൊടുക്കാൻ നിങ്ങൾക്കാർക്കും കഴിവില്ല കേട്ടോ. ഒരാൾക്കും പരിശുദ്ധമായ ഹിദായത്ത് എന്ന വെള്ളി വെളിച്ചമേകി കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെയോ വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ആ ഹിദായത്ത് എന്ന വെള്ളി വെളിച്ചം എഴുതി കൊടുക്കാൻ കഴിവുള്ളതാർക്കാ? അത് പടച്ച തമ്പുരാന് മാത്രമാ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താ? വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും ഫലിഅൻഫുസികും. ഏ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെച്ച് വിളമ്പുകയാ. നിങ്ങൾ ചിലവഴിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യമുണ്ടല്ലോ, അത് ഖൈറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിലവഴിക്കുന്നതെങ്കിൽ, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ചില്ലിക്കാശുണ്ടല്ലോ, വല്ലാതെ പ്രയാസപ്പെടുന്നവരുടെ കണ്ണുനീരൊലിപ്പിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുത്തു വീടുന്ന കാശുകളുണ്ടല്ലോ, അത് 1000 ആകട്ടെ, 2000 ആകട്ടെ, 5000 ആകട്ടെ, പേരിക്കിടക്കാൻ കിടപ്പാടമില്ലാതെ വെമ്പൽ കൊള്ളുന്ന പ്രയാസപ്പെടുന്നവർക്ക് ഒന്ന് അന്തിയുറങ്ങാൻ തലചായ്ക്കാനുള്ള ഒരു അവസരമൊരുക്കി കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസാഅദയുടെ ചെറുപ്പക്കാർ, അവർ വല്ലാത്തൊരു ഉന്നതമായ പദവിയിൽ തന്നെയാ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ യാചിക്കുമ്പോൾ, കെഞ്ചുമ്പോൾ, ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ കൊടുക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, നിങ്ങളത് പാവപ്പെട്ടവർക്കല്ല കൊടുത്തു വീടുന്നത്. കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം വെക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുമ്പോ അത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ ചിലവഴിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ നിങ്ങൾ ചിലവഴിക്കുന്ന സമ്പാദ്യം? ആർക്ക് വേണ്ടിയിട്ടാ? അല്ലാഹു തന്നെ പറയട്ടെ, ഫലിഅൻഫുസികും. അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാ, അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് തന്നെയാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. വമാ തുൻഫിഖൂ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. പക്ഷേ ഒരു ഡിമാൻഡ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഒരു ഡിമാൻഡ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെക്കുകയാ. എന്താണ് ആ ഡിമാൻഡ് എന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഖൈറിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുമ്പോ അത് നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങൾ നല്ലാതെ ദാനം ചെയ്യുന്നവരാണെന്ന് പറയാൻ വേണ്ടിയുള്ള ലക്ഷ്യമല്ല. പിന്നെയോ ഞാൻ ഒരുപാട് സഹായിക്കുന്നവരാണെന്ന് പറയാൻ വേണ്ടിയുള്ള ലക്ഷ്യമല്ല. പിന്നെയോ നിങ്ങളുടെ ലക്ഷ്യം എന്താകണം? അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറയട്ടെ, വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. അല്ലാഹുവിന്റെ വജ്ഹിനെ മാത്രമാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം. അല്ലാഹുവിന്റെ വജ്ഹിനെ മാത്രമാകണം നമ്മുടെ ലക്ഷ്യം. എന്റെ പ്രിയ